കർക്കടക മാസ പുലരികളെ ഭക്തിസാന്ദ്രമാക്കുവാൻ രാമായണശീലുകളുമായി നമ്മുടെ സ്വന്തം മലബാർ ചാനലിൽ അയിമ അവതരിപ്പിക്കുന്ന രാമായണ പാരായണം വാത്മീകം. രാമായണ മാസത്തിൽ ദിവസവും രാവിലെ 6 മണിക്കും പുനഃസംപ്രേഷണം വൈകിട്ട് 6 മണിക്കും. രാമായണ പാരായണം ജ്യോത്സ്യൻ സേതുമാധവൻ പണിക്കർ, എളാട്ടേരി. വാത്മീകം രാമായണ പാരായണം മറക്കാതെ കാണുക. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കർണാമൃതം തവ നാമമഹാത്മ്യമോ വർണ്ണിപ്പതിന്നാർക്കുമാവതുമല്ലല്ലോ. ചിന്മയനായ നിന്നാമമി മഹിമയൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനെടോ. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം. ജന്മമാത്രാദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ. ശൂദ്രസമാചാര തൽപരനായൊരു ശൂദ്രതരുണിയുമായി വസിച്ചേൻ ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചിടു നിസ്ത്രപം ചോരന്മാരോടു ചൂടിച്ചേർന്നു നിത്യവും ചോരനായി. വില്ലുമമ്പും ധരിച്ചെത്ര ജന്തുക്കളോ കൊന്നിൻ ചതിച്ചു ഞാൻ. എത്ര വസ്തു പരിച്ചേന്തിജന്മാരോടുമത്ര മുനീന്ദ്രവനത്തിൽ നിന്നേകദാ. സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ. മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചി പറിച്ചിടുവാൻ മൂഢനായി. മധ്യാഹ്നമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാമെന്നെയും വിദ്രുതം നിർജ്ജനേ ഘോരമഹാവനെ ദൃഷ്ട്വാ സസംഭ്രമമെന്നോടരുൾ ചെയ്തു. തിഷ്ഠ തിഷ്ഠ ത്വയാ കർത്തവ്യമത്ര കിം. തുഷ്ടമതേ പരമാർത്ഥം പറയുന്നു. തുഷ്ട്യാ മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവർകളോടിഷ്ടം മദീയം പറഞ്ഞേ. നൃപാത്മജ പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ക്ഷുത്രപ്രപീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴിപോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനുമിങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. ചൊന്നാർ മുനിവരന്മാരതു കേട്ടുടനെന്നോടു മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം. നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിടുമോ?
എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നിടുമത്രൈവ ഞങ്ങൾ നിസംശയം. യുദ്ധമാകർണ്യ ഞാൻ വീണ്ടും പോയി ചെന്നുമൽ പുത്രാധാരാദികളോടു ചോദ്യം ചെയ്തൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു. സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായവരെന്നോടു ചൊല്ലിനാൽ നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഞാനുമതു കേട്ടു ജാത നിർവേദനായി മനസ്സേ ചിന്തിച്ചോരോതരം താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താവേന ചെന്നു നമസ്കരിച്ചിടിനേ. നിത്യതബോധന സംഗമേതുനാം ശുദ്ധമായി വന്നിതന്നന്തഃകരണവും ത്യക്വാ ധനുശ്ശരാദ്യങ്ങളും ദുരഞ്ഞാൻ ഭക്ത്യാ നമസ്കരിച്ചൻ പാദസന്നിധോ. ദുർഗതി സാഗരേ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മനാം രക്ഷിച്ചുകൊള്ളേണമേ. ശരണാഗതരക്ഷണം ഭൂഷണമല്ലോ മഹാത്മാനാം. സ്പഷ്ടിമിത്യുക്ത്വാ പതിതം പദാന്തികേ ദൃഷ്ട്വാ മുനിവരന്മാരുമരുൾ ചെയ്തു. ഉത്തിഷ്ഠ ഭദ്രമുത്തിഷ്ഠതേ സന്തതം സ്വസ്ത്യസ്തു ചിത്തശുദ്ധി സദൈവാസ്തു തേ. സദ്യഫലം വരും സജ്ജന സംഗമാദ്വിതദ്വജന്നാനാം മഹത്വമേതാദൃശം. ഇന്നു തന്നെ തരുന്നുണ്ടൊരുപദേശമെന്നാൽ നിനക്കതിനാലേ ഗതി വരും. അന്യോന്യമാലോകനം ചെയ്തു മനസേ ധന്യതബോധനന്മാരും വിചാരിച്ചു. ദുർവൃത്തനേറ്റം ദ്വിജാധമനാമിവൻ ദിവ്യജനത്താലുപേക്ഷനെന്നാകിലും രക്ഷേതി ശരണം ഗമിച്ചവൻ. രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോപിവാം മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രദാനേന. ഇത്തമുക്ത്വാ രാമനാമവർണ്ണദ്വയം വ്യത്യസ്തവർണ്ണരൂപേണ ചൊല്ലിത്തന്ന. നിത്യം രാമരേത്യവം ജപിക്കനീ. ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട നാരദം ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നീടു നീ. ഇത്തമനുഗ്രഹം ദത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥാഗമിച്ചിടിന. നത്വാമരേതി ജപിച്ചിരുന്നേനം ഭക്ത്യാ സഹസ്രയുഗം കഴിവോളവും പുറ്റുകൊണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞു ബാഹ്യവും. താപസേന്ദ്രന്മാരുമെഴുന്നള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചിടെന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചിടിനേനാകുതരാൽ.
വാൽമീകി മധ്യതോ നിന്നു ജനിക്കയാലം മുനീന്ദ്രന്മാരഭിദാനവും ചെയ്താർ. വാത്മീകിയാം മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുല്ലാപ്നയാവേദിയായി ബ്രഹ്മജ്ഞനാക്ക് നീ എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളും വന്നു തുടങ്ങി. ഞാനിങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി. രാമ ഞാനിങ്ങനെയായി ചമഞ്ഞിടിനെ ഇന്നു സീതാസുമിത്രന്മാരോടും നിന്നെ മുതാ കാൺമതിനവകാശവും വന്നിതെനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലനിധേ. രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാം കാണായ മൂലോ വിമുക്തനായേനഹം ത്രാണനിപുണത്രിദശകുലപദേ സീതയാ സാർദ്ധം വസിപ്പതിനായൊരു മോദകരസ്ഥലം കാട്ടിത്തരുവൻ പോന്നാലുമെഴുന്നള്ളിനാൻ അന്തികേ ചേർന്നുള്ള ശിഷ്യപരിവ്രതനാം മുനി ചിത്രകൂടാജലഗംഗയോരന്തരാ ചിത്രമായോരുടജം തീർത്തു മാമുനി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറോ പക്ഷി വിമോഹനമായി രണ്ടോ ശാലയും നിർമ്മിച്ചിവിടയിരിക്കുന്നരുൾ ചെയ്തു. മന്മഥതുല്യൻ ജനഗജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമരുകിടിനാൻ. രാമനും വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദം ഉൾക്കൊണ്ടുമേവിനാൻ. ദേവമുനിവര സേവിതനാകിയ ദേവരാജൻ ദിവി വാഴുന്നതുപോലെ മന്ത്രിവരനാം സുമന്ത്രരുമേറിയോരന്തശുച ചെന്നയോധ്യ പുക്കീടിനൻ വസ്ത്രേണ വക്രാവുമാച്ഛാദ്യ കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണും തുടച്ചുമത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനെ വണങ്ങിനാൻ. ധാത്രീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗര്യാംബുധേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡഗോത്രജാതോത്തം സമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ. സോദരനോടും ജനകാത്മജയോടുമേതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ. നിർലജ്ജനായ ദിവാവിയാമെന്നോടു ചൊല്ലുവാനെന്തോന്നു ചൊല്ലിയതെന്നുടെ ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു. ലക്ഷ്മി സമയായ ജാനകി ദേവിയും ഹാ രാമ ഗുണവാരിധേ ലക്ഷ്മണ വരിജലോചനെ ബാലേ മിഥിലജേ ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കും
മരിപ്പാനുമിക്കാലമില്ലാതെ വന്നു സുഹൃതവും ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോട് ഉൾത്താപമോടരുൾ ചെയ്തു സുമന്ത്രരും. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയാം ശൃംഗിവേരാഖ്യ പുരസവിധേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരേ കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നെ രഘുത്തമനോടു ചൊല്ലിനാൻ എന്നെ നിരൂപിച്ച് ദുഃഖിയായി കരുമേ ചൊല്ലേണമെന്നുടെ താതനോടും ബലാലല്ലുള്ളത്തിലുണ്ടാകാതിരിക്കണം. സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊൽക പിതാമതി ഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകിയും തൊഴുതെന്നോടു ചൊല്ലിനാളാനന പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുഗണങ്ങളും വാർത്തു സഗദ്ഗതം. ശുശ്രുവാദേശു സാഷ്ടാംഗം നമസ്കാരം തോണികരേറി ഗുഹനോടുകൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും. അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളമിക്കരെ നിന്നു ശവശരീരം പോലെ 4-5 നാഴിക ചെന്നവരെ ധൈര്യമാലംബ്യമന്ദം നിവൃത്തനായിടിനാൻ തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിന. ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായോരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ. മൽപുത്രനെ കാനനാന്തേ കളവതിനി പാപിയെന്തു വിഴച്ചിതു ദൈവമേ. ഏവമെല്ലാം വരുത്തി തനിയേ പരിദേവനം ചെയ്വതിനെന്തൊരു കാരണോ ഭൂപതി. കൗസല്യ ചെന്നോരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൾ. പുണ്ണിലൊരു കൊള്ളി വെക്കുന്നതുപോലെ പുണ്യമില്ലാതെ മം ഖേദിപ്പിയായിക നീ. ദുഃഖമുൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാമ്പുരുക്കി ചമയ്ക്കായിക വല്ലഭേ. പ്രാണ പ്രയാണമടുത്തു തപോധന പ്രാണവിയോഗേ ശപിച്ചതു കാരണം. കേൾക്ക നീ ശാപവൃത്താന്തം മനോഹരെ. സാക്ഷാൽ തപസ്വികളീശ്വരന്മാരല്ലോ. അർദ്ധരാത്രോ ശരജാലവും ശാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി വാഹിനീ ധീരേ വനാന്തരേ മനസേ. മോഹേന നിൽക്കുന്ന നേരമൊരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടച്ചു പുറപ്പെട്ടു. കുംഭവും കൊണ്ടു നീർ കോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോടു മുക്കും വിധു. കുംഭത്തിൽ നിരകം പൊക്ക ശബ്ദം കേട്ടോ. കുംഭിതുംഭിക്കൈയിലാംഭോഗതമിതി ചിന്തിച്ചുടൻ നാദഭേദിനം. സായകം സന്ധായ ചാപേ ദൃഢമയച്ചിടിനൻ. ഹതോസ്മ്യഹം
അതോസ്മ്യഹം ആഹേതി കെട്ടിതു മാനുഷവാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല. കേനവാഹന്ത ഹതോഹം വിധേ വൃഥ പർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാരാർത്തേ കൈക്കൊണ്ടു തന്നേർക്കുതായിക്കയാ. ഇത്തരം മർത്യനാദം കേട്ടു ഞാനതിസ്തരസ്ഥനായി തത്ര ചെന്നത്തലോടും തഥാ താപസബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനിസുതനോടു ഞാൻ. സ്വാമിന്റെ ശരഥനായ രാജാവു ഞാൻ മാമപരാധിനം രക്ഷിക്ക വേണമേ. ഞാനറിയാതെ മൃഗയാ വിവശനായാന തണ്ണീരു കുടിക്കുന്നാദമെന്നോർത്തു ബാണമേതേനതിപാപിയായോരു ഞാൻ പ്രാണം കളയുന്നതുണ്ടിനി വൈകാതെ. പാദങ്ങളിൽ വീണു കേണിടുമെന്നോടു ഖേദം കലർന്നു ചെന്നാൻ മുനിബാലകൻ. കർമ്മ മത്രേ തുടക്കാതടുക്കാവതല്ലാർക്കുമേ. കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ. ബ്രഹ്മഹത്യ പാപമുണ്ടാകയില്ലതേ. വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീയതുമേ വൈകാതെ. വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു. ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ. ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി. വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാലവർ നിന്നെയും രക്ഷിക്കും. എന്നുടെ താതനു കോപമുണ്ടാകിലോ. നിന്നെയും ഭസ്മമാക്കിയിടുമറിക നീ. പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും. ബാണം പറിക്ക നീ വൈകരുതേതുമേ എന്നതു കേട്ടു ശല്യോധരനും ചെയ്തു. പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിരിക്കുന്നവിടെ കതി സംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരേ. വൃദ്ധതയോടു നേത്രങ്ങളും വേറെപ്പെട്ടർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ. വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയോരു പുത്രനും ഇന്നു മറന്നു കളഞ്ഞിതോ. മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിടുവൻ. ഭക്തിമാനേറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധോ മൽപാദ വിന്യാസധ്വനി കേൾക്കായി. കാൽപ്പെരുമാറ്റം മതീയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും. വൈകുവാനെന്തു മൂലം മമനന്ദന വേഗേന തണ്ണീർ തരിക നീ സാദരം. ഇത്തമാകർണ്യ ഞാൻ ദമ്പതിമാർ പദം ഭക്ത്യാ നമസ്കരിച്ചെത്രയും ഭീതനായി. വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം പുത്രനല്ലയോധ്യാധിപനാകിയ പൃഥ്വീവീരൻ ഞാൻ. ദശരഥനെന്നു പേർ. രാത്രോ വനാന്തേ മൃഗയാ വിവശനായി. ശാർദൂല മുഖ്യ മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേൻ നദീതീരെ. മൃഗാശയ കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു കുംഭീവരൻ നിജ
തുമ്പിക്കരം തന്നിൽ അന്തസ്സു കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെ അതും ബലാൽ പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നിടിനേ. ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലം അവനും എന്നോടു ചൊല്ലിടിനാൻ, കർമ്മമത്രേ മമ വന്നതിതു തവ ബ്രഹ്മഹത്യ പാപമുണ്ടാകയില്ലതേ. കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പുക്കു പർണശാലാം ദേവി ചന്നുദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്കയെന്നോടു ചൊല്ലിനാൻ. ഞാനതു കേട്ടുഴറ്റോടു വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദ പങ്കജമെന്നിയേ മറ്റില്ല പാപിയായോരടിയന്നവലംബനം. ജന്തുവിഷയ കൃപാവരന്മാരല്ലോ സന്തതം താപസ പുങ്കവന്മാർ നിങ്ങൾ. ഇഥമാകർണ്യകരഞ്ഞു കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിടിനാ. പുത്രനെവിടെ കിടക്കുന്നതോ ഭവാൻ, തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനതു കേട്ടവർ തമ്മയെടുത്തതി ദീനതയോടു മകനുണ്ടൽ കാട്ടിനേൾ. കഷ്ടമാനന്ദ കഷ്ടം കർമ്മമെന്നവർ തൊട്ടു തലോടി തനയ ശരീരവും. പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു വിനതയോടവരെന്നോടു ചൊല്ലിനാർ. നീ ഇനി നല്ല ചിത ചമച്ചിടണം, തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ. തത്ര ഞാനും ചിത കൂട്ടിനേനന്നേരം പുത്രേണ സാകം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരി ലോകം ഗമിച്ചു വാണിടിനാർ. വൃദ്ധതബോധനന്നേരമെന്നോടു പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായതു താപസഭാഗ്യമ സത്യമായും വരാം. മന്നവനേവം പറഞ്ഞു വിലപിച്ചു പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമ പുത്രഹാസിതേ ജനകജേ, ഹാ രാമ ലക്ഷ്മണ ഗുണാംബുധേ. നിങ്ങളെയും തിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കു സുരാലയം. ദുഃഖിച്ചു രാജാ നാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാൻ. വക്ഷസിതാടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടോ വസിഷ്ഠമുനീന്ദ്രനും മന്ത്രികളോടു മുഴറി സസംഭ്രമം. അന്തഃപുരമകമ്പു കരുളി ചെയ്തു തൈലമയദ്രോണി തന്നിലാക്കോ ധരാപാലകൻ തന്നുടൽ കേടുവന്നിയേടായി വൻ എന്നരുൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ. നിങ്ങൾ വേഗേന പോകണം, വേഗമേറിയിടും കുതിരയേറി ചെന്നു രാജമകമ്പുകു ചൊല്ലുക. ഏതുമേ മാതുലനായ യുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതയക്കണം. ശത്രുഘ്നനോടും ഭരതനെ എന്നതി വിദ്രുതം ചെന്നു ചൊൽകുന്നയച്ചിടിനാൻ. സത്വരം കേകയ രാജ്യമകം പൊക്കു
നത്വായുധാജിത്തിനോടു ചൊല്ലിയിടിനാൽ കേൾക്ക നൃപേന്ദ്ര വസിഷ്ഠനരുൾ ചെയ്ത വാക്കുകൾ. ശത്രുഘ്നനോടും ഭരതന് ഏതുമേ വൈകാതയോധ്യക്കയക്കെന്നു ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോടു പോകുന്നു ചൊല്ലിനാൻ. കാലേ പുറപ്പെട്ടിതു കുമാരനോ ഏതാനുമങ്ങുരാഗഭഗത്തകപ്പെട്ടിതു താതനെന്നാകിലും ഭ്രാതാവിനാകിലും എന്തകപ്പെട്ടതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടും അയോധ്യാപുരി പുക്കു സന്തോഷവർജിതം ശബ്ദഹീനം തഥാ പൃഷ്ടലക്ഷ്മീകം ജനോൽബാധവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യമെന്തിതം തേജോവീനമകം പുക്കിതു ചെന്നു രാജഗേഹം രാമലക്ഷ്മണവർജിതം. തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചിടിനാരന്തികേ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവുമുത്ഥായ ഗാഠമാലിംഗമടിയിൽ വെച്ചുത്തമാങ്കേ മുകർന്നാച്ചു ചോദിച്ചിതു ഭദ്രമല്ലീ മൽകുലത്തിങ്കലൊക്കവേ. മാതാവിനും പിതൃ ഭ്രാതജനങ്ങൾക്കുമേതുമേ ദുഃഖമയമില്ലല്ലേ പറക നീ. ഇത്തരം കൈകേയി ചൊന്ന നേരത്തതിനുത്തരമാച്ചു ഭരതനും ചൊല്ലിനാൻ. ഖേദമുണ്ടച്ഛനെ കാണഞ്ഞെനിക്കുള്ളിൽ താതനെവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോടു പിരിഞ്ഞു രഹസി ഞാൻ താതനെ പണ്ടു കണ്ടേലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനെ വസിക്കുന്നതെന്തുൾപ്പൂവിലുണ്ടുമേ താപവും ഭീതിയും മൽപിതാവെങ്ങു പറകുന്നതു കേട്ടു തൽപ്രിയമാശു കൈകേയിയും ചൊല്ലിനാൾ. എൻ മകനെന്തു ദുഃഖിപ്പാനവകാശം നിൻ മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർഗതി ലഭിച്ചിടിനാൻ തുൽപിതാവെന്നു കേട്ടോരു ഭരതനം. ക്ഷോണീതലേ ദുഃഖവിഹുലചിത്തനായി വീണു വിലാപം തുടങ്ങിനാനെത്രയോ. ശ്രീരാമനും സീതാദേവിയും അതേപോലെ തന്നെ ലക്ഷ്മണനും ഒരുമിച്ച് ഗംഗാ നദീതീരത്ത് എത്തുകയാണല്ലോ. സുമന്ത്രര് രഥത്തിലേറ്റി ഗംഗാ നദീതീരത്ത് കൊണ്ടുപോയി ആക്കുകയാണ്. അങ്ങനെ അവിടെ കുറേ സമയം ഇരുന്നു. എന്നുവെച്ചാൽ നദി കടന്നു പോവണം. അപ്പോൾ അവിടെ ഈ തോണിക്കാരൻ അല്ലെങ്കിൽ വഞ്ചിക്കാരൻ, കടത്തുകാരൻ ഗുഹനാണ്. ഗുഹൻ എന്ന് പറയുന്ന രാക്ഷസ നൈഷാദനാണ് ഈ തോണി കടത്തുകാരൻ. അപ്പോൾ ശ്രീരാമാദികൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അവിടെ അങ്ങനെ കുറച്ച് സമയം വിശ്രമിച്ചപ്പോൾ ഗുഹൻ ഇവരെ കാണുന്നു. അപ്പോൾ ഗുഹൻ ശ്രീരാമചന്ദ്രനെ കണ്ടതോടുകൂടി വലിയ ഭക്തിയായി. അദ്ദേഹം ഓടി വന്നു. ഭക്തി പുരസ്സരം ഉപചാരമര്യാദകളൊക്കെ ചെയ്തു, ദണ്ഡ നമസ്കാരം ചെയ്തു, അദ്ദേഹത്തെ സ്വീകരിച്ചു. അപ്പോൾ നല്ല
മധുരമുള്ളതായിരിക്കുന്ന ഫലങ്ങളും മറ്റ് പാനീയങ്ങളും ഈ തേനും എല്ലാം കൊണ്ടുവന്ന് ഇവർക്ക് സേവിക്കാനായി കൊടുത്തു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ വിഷയമൊക്കെ പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ അയോധ്യയിൽ നിന്ന് വരികയാണ്, അപ്പോൾ 14 വർഷത്തെ കാനനവാസത്തിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഈ നദി കടന്നു പോകണം, ഭരദ്വാജാശ്രമത്തിൽ എത്തേണ്ടതുണ്ട്, അതിനുശേഷം മറ്റ് ആശ്രമങ്ങളെല്ലാം സന്ദർശിക്കാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഫലമൂലങ്ങളെല്ലാം കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും കഴിക്കാൻ പറ്റൂല. കാരണം കാനനത്തിലെത്തി കാനനത്തിലുള്ള കാട്ടുഫലങ്ങളും കാട്ടരുവിയിലെ ജലവും മാത്രമേ എനിക്ക് കഴിക്കാൻ പാടുള്ളൂ. നാട്ടിലുള്ളതായിരിക്കുന്ന വിഭവസമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങളൊന്നും ഇനി കഴിക്കാൻ പാടില്ല, നാട്ടിലുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് ശ്രീരാമചന്ദ്രൻ ഗുഹനോട് പറയാം. അപ്പം അദ്ദേഹത്തിൻ്റെ ഭക്തിയും അദ്ദേഹത്തിൻ്റെ ആ സ്നേഹവും കണ്ട ശ്രീരാമചന്ദ്രൻ ഗുഹനെ തൻ്റെ മാറോട് ചേർക്കുകയാണ്, അദ്ദേഹത്തെ വാരിപ്പുണർന്നു. ഈ ഒരു മഹാഭാഗ്യം സീതാദേവിക്കൊഴികെ മറ്റാർക്കും ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സ്ഥലത്ത് ഭരതൻ പറയുന്നുണ്ട്. വലിയൊരു ഭാഗ്യമാണത്. ശ്രീരാമചന്ദ്രൻ തൻ്റെ മാറോട് ചേർക്കുകയാണ് ഗുഹനെ. ഒരു നൈഷാദനല്ലേ, കാട്ടാളനല്ലേ, എന്നിട്ട് പോലും. അങ്ങനെ ഗുഹൻ്റെ കാര്യം പിന്നെ പറയണോ? നാരാ മഹാവിഷ്ണുവല്ലേ തന്നിൽ ഇത്രത്തോളം സന്തോഷവാനായത്, തന്നെ വാരിപ്പുണർന്നത്. അങ്ങനെ നല്ല ഒരു തോണി വരുത്തി ആ തോണിയിലേക്ക് ഇവരെയെല്ലാം കൈപിടിച്ച് കയറ്റി ഗുഹൻ ഈ ഗംഗാ നദീതീരം കടത്തി ആ നൈഷാദ രാജ്യത്ത് കാട്ടിലേക്ക് ഇവരെ കയറ്റി വിടുകയാണ്. അങ്ങനെ കുറച്ചു നേരം ചെന്നു, ഞാനും കൂടെ വരാം, ഇന്ന് പോകരുതെന്നല്ലേ പറഞ്ഞു, എന്നോടൊപ്പം താമസിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിൽ അതൊന്നും ശ്രീരാമചന്ദ്രൻ ചെവിക്കൊണ്ടില്ല. കാരണം അതൊന്നും പാടില്ല, എത്രയും പെട്ടെന്ന് പോവേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കാനനത്തിലൂടെ യാത്രയായി കുറേ ദൂരം നടന്നപ്പോൾ ഭരദ്വാജ ആശ്രമത്തിൽ എത്തിച്ചേരുകയാണ്. ഭരദ്വാജാശ്രമം വളരെ മനോഹരമാണ് അല്ലേ? അത് മറ്റൊരു ഭാഗത്തിൽ അത് പറയുന്നുണ്ട്, ആ ആശ്രമത്തെ വർണ്ണിക്കുന്നു. അപ്പം അതിമനോഹരമായിട്ടുള്ള ഈ ഭരദ്വാജ ആശ്രമത്തിൽ ഇവർ മൂവരും എത്തിച്ചേരുന്നു. മുനി ഇവരെ കണ്ടപ്പോഴേക്ക് ത്രൈകാല ജ്ഞാനികളാണല്ലോ ഈ മഹാമുനിമാരെല്ലാം. അപ്പോൾ ഇവരെ കണ്ടപ്പോഴേക്ക് മനസ്സിലായി, വിഷയങ്ങളെല്ലാം ബോധ്യമായി. പക്ഷേ ശ്രീരാമചന്ദ്രൻ പറയുന്നു, കാരണം നരനാരായണനായിട്ടാണല്ലോ ഭഗവാൻ ജനിച്ചിട്ടുള്ളത്. അപ്പം അതൊരു മനുഷ്യൻ്റെ ധർമ്മം എന്ന നിലയ്ക്ക് വിഷയങ്ങളെല്ലാം പറയുന്നു. അപ്പോൾ മഹാമുനി ഭരദ്വാജാശ്രമത്തിലേക്ക് ഇദ്ദേഹത്തെ സ്വീകരിച്ചു, ഉപചാരപൂർവം പൂജകളൊക്കെ ചെയ്തു. ആതിഥ്യമര്യാദ എന്ന് പറയുന്ന രീതിയിൽ ആ പൂജകളെല്ലാം ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തെ അതേപോലെ തന്നെ സീതാദേവിയെയും ലക്ഷ്മണനെല്ലാം ഈ ഭരദ്വാജ ആശ്രമത്തിലേക്ക് പ്രവേശിപ്പിച്ചു. അങ്ങനെ അവിടെ അന്ന് വിശ്രമിച്ചു, ഫലമൂലാദികളെല്ലാം സേവിച്ചു. വളരെ സന്തോഷപൂർവ്വം അന്ന് അവരവിടെ താമസിച്ചു. പിറ്റേന്ന് പുലർച്ചയ്ക്ക് കുളിച്ച് തൻ്റെ പൂജാതി കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് അവിടെ നിന്നും യാത്രയാവുകയാണ്. അപ്പോൾ ഇവർക്ക് എത്തേണ്ടത് വാത്മീകി ആശ്രമത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് മുനി തൻ്റെ കുമാരനെയും കൂടെ മകനെയും കൂടെ ആ കൂട്ടത്തിൽ വിടുകയാണ്. അങ്ങനെ ഇവർ വളരെയധികം ദൂരം സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിച്ചു ഇവർ ചിത്രകൂടാചലം, വലിയൊരു പർവ്വതമാണ് ചിത്രകൂടാചല അദ്രി. ആ അദ്രിയിൽ എത്തിച്ചേരുന്നു. അദ്രി മലയാണല്ലോ, പർവ്വതമാണ്. അപ്പോൾ അവിടെ ആ ചിത്രകൂടാചലത്തിലേക്ക് എത്തിച്ചേരുകയാണ്. വാത്മീകി മഹർഷി ശ്രീരാമചന്ദ്രനെയും അതേപോലെ തന്നെ ലക്ഷ്മണനെയും സീതാദേവിയൊക്കെ കണ്ടപ്പോഴേക്കും വളരെ സന്തോഷമായി. ദീർഘകാലമായിട്ട് മനസ്സിൽ ആരാധിക്കുന്ന ദേവചൈതന്യങ്ങളാണല്ലോ. അപ്പോൾ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. ആതിഥ്യമര്യാദയോട് കൂടിയിട്ട്
ഇവരെ സ്വീകരിക്കുന്നു. തിരിച്ച് ശ്രീരാമചന്ദ്രനും അങ്ങോട്ട് പൂജ നൽകുകയാണ്. അങ്ങനെ അവിടെ പ്രവേശിച്ചു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, എനിക്ക് ഒട്ടുനാൾ ഇവിടെ കഴിയണം, കുറച്ച് കാലം കഴിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അതിനെന്താ, കഴിയാലോ, ഒരു ബുദ്ധിമുട്ടില്ല. ഈ ഈരുലകവും എല്ലാം അങ്ങയുടേതല്ലേ, അങ്ങയുടേതല്ലാത്തതായിരിക്കുന്ന ഒരു വാസസ്ഥലം എവിടെയാണ് ഉള്ളത്? ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങയുടേതാണ്. അങ്ങയുടേതല്ലാത്തൊരു വാസസ്ഥലം ഈ പ്രപഞ്ചത്തിലുണ്ടോ? അതുകൊണ്ടെല്ലാം അങ്ങയുടേതാണ്, നമ്മളേതെന്ന് പറയാനൊന്നുമില്ലല്ലോ. അങ്ങ് വളരെ ശാന്തന്മാരായി, നിരഹങ്കാരികളായി, ശാന്ത രാഗ ദ്വേഷ സമന്മാരായി, അതായത് അവിടെ പറയുന്നത് ഈ ക്രോധവും അതേപോലെ തന്നെ നമ്മൾ പറയുമല്ലോ കുനിഷ്ടു കുശുമ്പ് എന്നൊക്കെ പറയൂലേ, അങ്ങനെയുള്ളതായിരിക്കുന്ന ആ സ്വഭാവങ്ങൾ ഒന്നുമില്ലാത്ത നിരഹങ്കാരികളായിട്ടുള്ള ശാന്തന്മാരായിട്ടുള്ള ആളുകളുടെ മനസ്സിൽ വസിക്കുന്ന ദേവനാണല്ലോ. അവരുടെ മനസ്സിൽ അങ്ങ് എങ്ങനെയുള്ളത്? അങ്ങുള്ളത് സീതാദേവിയോടൊപ്പം ഇത്രയും നിർമ്മലമായ മനസ്സുകളിൽ അങ്ങ് വസിക്കുന്നു. പിന്നെയാണോ ഈ ആശ്രമം എന്ന് ചോദിക്കുകയാണ്. പിന്നെ അവിടെ ലോഷ്ട കാഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം എന്ന് പറയുന്നത്. അത് വളരെ ഒരു എന്താ ഒരു നിർമ്മലമായ മനസ്സിനെ, കളങ്കമില്ലാത്ത ഏറ്റവും സത്യസന്ധമായിട്ടുള്ളൊരു മനസ്സിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ലോഷ്ടാസ്മ കാഞ്ചനം. ലോഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണാണ്, അശ്മം കല്ലാണ്, കാഞ്ചനം സ്വർണമാണ്. അപ്പോൾ ഈ മൂന്നിനെയും ഒരേപോലെ മനസ്സുകൊണ്ട് കാണാൻ കഴിയുന്ന മനസ്സാണ് നിർമ്മലമായ മനസ്സ്. അപ്പം മണ്ണും കല്ലും സ്വർണവും തുല്യമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന മനസ്സ്, അതേപോലെ തന്നെ ശാന്തരും അതേപോലെ തന്നെ കുനിഷ്ടു കുശുമ്പും കുതന്ത്രമൊന്നും ഇല്ലാത്തതായിരിക്കുന്ന മനസ്സ് ആർക്കെല്ലാം ഉണ്ടോ അവരുടെ എല്ലാം മനസ്സിൽ വസിക്കുന്ന നാരായണ, ശ്രീരാമചന്ദ്ര, അങ്ങ് സീതയോടൊപ്പം അല്ലെങ്കിൽ മഹാലക്ഷ്മിയോടൊപ്പം ഇങ്ങനെയുള്ള ആളുകളുടെ മനസ്സിൽ വസിക്കുന്നു. അങ്ങേക്ക് ഇവിടേക്ക് എത്ര കാലം വേണമെങ്കിലും വസിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാത്മീകി മഹർഷി ഒരാശ്രമം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. കാരണം അവിടെ കുറേ കാലം മുമ്പ് തന്നെ മറ്റൊരു ആശ്രമം പണിത് വെച്ചിട്ടുണ്ട്. അത് ഇവർക്ക് താമസിക്കാനുള്ളതാ. കാരണം ശ്രീരാമചന്ദ്രനും സീതയെല്ലാം ഇങ്ങ് വരുന്നുണ്ട് എന്നുള്ളത് ആർക്കറിയാം? വാത്മീകി മഹർഷിക്കറിയാം. അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, അത് അങ്ങേക്ക് താമസിക്കാനുള്ളതായിരിക്കുന്ന മന്ദിരമാണ് എന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ വാത്മീകി മഹർഷി പറയുകയാണ്, ഇനി ഞാൻ എൻ്റെ കഥ അങ്ങയോട് പറയാം, ഞാൻ ആരാണ് എന്നുള്ളത് അങ്ങയോട് പറയാം. വർഷങ്ങൾക്ക് മുമ്പ്, അത് നൂറ്റാണ്ടുകൾക്ക് കുറേ വർഷങ്ങൾക്കപ്പുറം, രത്നാകരൻ എന്ന് പറയുന്ന ഒരു കാട്ടാളൻ ആയിരുന്നു ഞാൻ. അപ്പോൾ വഴിയേ പോകുന്നവരുടെ ആഭരണങ്ങളും വസ്ത്രങ്ങളും അവരുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പിടിച്ചെടുക്കുന്നവനായിരുന്നു ഞാൻ. എന്തിനു വേണ്ടി? എൻ്റെ കുടുംബത്തെയും എന്നെയും സംരക്ഷിക്കാൻ വേണ്ടി. ധാരാളം മൃഗങ്ങളെ ഹിംസാത്മകപരമായിട്ട് അതിക്രൂരമായിട്ട് ഞാൻ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ എത്രയോ സാധുക്കളെ, എത്രയോ സന്യാസിമാരെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്. അവരോടെല്ലാം പലതും തട്ടിപ്പറിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ജീവിക്കുന്ന സമയത്ത് കുറേ സന്യാസിമാർ ഒന്നിച്ച് ഈ വഴി പോവുകയാണ്. അങ്ങനെ പോകുന്നത് 7 മഹർഷിമാർ ഒരുമിച്ച് ഈ വഴി പോകുന്നു. അതാണ് സപ്തർഷികൾ എന്ന് പറയുന്നത്. അപ്പോൾ ധാരാളം മക്കൾ ഉണ്ട്. എനിക്ക് 1-2 മക്കളൊന്നല്ല ഉള്ളത്, ധാരാളം മക്കളുണ്ട്. അപ്പോൾ കുറേ മക്കളെയൊക്കെ ജനിപ്പിച്ച് അതിക്രൂരമായി നിഷ്ഠുരമായി മൃഗങ്ങളെ കൊന്ന് വെച്ചാൽ വളരെ ഒരു ക്രൂരനായിട്ട് ഒരു ദുഷ്ടനായിട്ട് ജീവിക്കുന്ന ഒരു കാട്ടാളനായ ഞാൻ ഒരു ദിവസം സപ്തർഷികൾ പോകുന്നത് കാണുകയാണ്. 7 മഹർഷിമാർ പോകുന്നു. അപ്പോൾ അവരിൽ നിന്നും അവരുടെ കൈവശമുള്ളതെല്ലാം തട്ടിപ്പറിക്കുവാൻ വേണ്ടി ഞാൻ അവരുടെ മുമ്പിലേക്ക് ചാടി വീണു. അട്ടഹസിച്ചുകൊണ്ട് അമ്പും വില്ലും വാളും എല്ലാമായി നിൽക്കുന്ന, ആയുധങ്ങളുമായി നിൽക്കുന്ന എന്നെ അവർ കണ്ടു. അപ്പോൾ അവർ ഒരേ സ്വരത്തിൽ അവരെന്നെ വിളിച്ചു, മകനേ എന്ന് എന്നെ വിളിച്ചു.
നീ ആരാണ് എന്ന് ചോദിച്ചു. അവരുടെ ആ സ്വരം, യഥാർത്ഥത്തിൽ ആ വിളി, ആ ശബ്ദത്തിലെ ആ മാധുര്യം, അല്ലെങ്കിൽ സപ്തർഷികളുടെ തേജസ് ഈ ദുഷ്ടനായ കാട്ടാളൻ്റെ പകുതി രൗദ്രത്തെ ഇല്ലാതാക്കിയിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, മഹാത്മാക്കളെ, ഞാൻ രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളനാണ്. ഞാൻ നിങ്ങളുടെ വസ്ത്രങ്ങളും നിങ്ങളുടെ കൈവശമുള്ളതെല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടി, പറിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് നീ ഇത് ചെയ്യുന്നത്? എൻ്റെ ഭാര്യയെയും മക്കളെയും എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനും എൻ്റെ വിശപ്പ് ഇല്ലാതാക്കുന്നതിനും വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. ഓ, ഇത്രയും വലിയ മഹാപാപം നീ ചെയ്യേണ്ടതുണ്ടോ? നീ ഇത്രയും വലിയ മഹാപാപം ചെയ്തു കഴിഞ്ഞാൽ കുംഭീഭാഗ നരകം എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു വലിയ നരകമുണ്ട്. ആ നരകത്തെക്കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്. ഭരതൻ്റെ ഒരു വാക്കിൽ ആ നരകത്തെക്കുറിച്ച് പറയുന്നു. അത്രയും കഠോരമായിട്ടുള്ള നരകത്തിലല്ലേ എത്തിച്ചേരുക? എന്തിനാ ഇത്രയും വലിയ പാതകം ചെയ്യുന്നത്? നീ ഒരു കാര്യം ചെയ്യൂ, ഏതായിരുന്നാലും നിൻ്റെ കുടുംബത്തിന് വേണ്ടിയാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പം നീ നിൻ്റെ വാസസ്ഥലത്ത് പോയി നിൻ്റെ കുടുംബത്തോട് ചോദിക്കൂ, നീ ചെയ്യുന്നതായിരിക്കുന്ന ഈ കർമ്മങ്ങളുടെ പാതിഫലം, ഈ ദുരിതഫലം നിങ്ങൾ ഏറ്റെടുക്കുമോ എന്ന് അവരോട് ചോദിച്ചിട്ട് വരും. അതുവരെ ഞങ്ങളിവിടെ നിന്നോളാം എന്ന് സപ്തർഷികൾ പറയുകയാണ്. മനസ്സിൻ്റെ എന്തോ ഒരു വ്യതിയാനമാവാം ഈ ദുഷ്ടനായ കാട്ടാളൻ. അതേപടി അനുസരിച്ചു അവിടേക്ക് പോവാണ്. അങ്ങനെ പോയി ഈ വാസസ്ഥലത്ത് പോയി അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഈ മഹാപാപകർമ്മത്തിൻ്റെ ഫലം പാതി നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചിരിച്ചുകൊണ്ട് ഭാര്യ മക്കളും പറഞ്ഞു, അതെങ്ങനെയാ? നിങ്ങൾ ചെയ്യുന്ന ഈ കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ കൊണ്ടു തരുന്നു, ഞങ്ങളത് കഴിക്കുന്നു. അല്ലാണ്ട് അതിൻ്റെ പാപഫലമൊന്നും ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റൂല. അതൊക്കെ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചു. നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നിങ്ങളെ അനുഭവിക്കുള്ളൂ, ഞങ്ങളത് അനുഭവിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെന്ത് ചെയ്യുന്നു നിങ്ങളത് അനുഭവിക്കുക, അതിൻ്റെ പാപമൊന്നും ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇത് കേട്ട ഈ കാട്ടാളൻ തളർന്നുപോയി. കാരണം അദ്ദേഹം ആ വലിയ മഹാപാപത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ചിന്തിക്കുകയാണ്. അദ്ദേഹം വളരെ വിഷണ്ണനായിട്ട് ദുഃഖിതനായിക്കൊണ്ട് തിരിച്ചു വന്നു. തൻ്റെ ആയുധങ്ങളെല്ലാം ഈ സപ്തർഷികളുടെ കാൽക്കൽ വെച്ചു. ഈ സപ്തർഷികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്ന്, മാനസപുത്രന്മാരെന്നാ പറയാം, അവരുടെ ബുദ്ധിയിൽ, ബ്രഹ്മാവിൻ്റെ ബുദ്ധിയിൽ നിന്ന് ഉത്ഭവിച്ച ഋഷികളാണ് ഈ സപ്തർഷികൾ. മരീചി, അത്രി, അങ്കിരസ്, അതേപോലെ പുലഹൻ, പുലസ്തൻ, ക്രതു, വസിഷ്ഠൻ, വേറെ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഈ 7 ഋഷിമാരാണ് സപ്തർഷികൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ മഹർഷിമാർ പാദങ്ങളിൽ ഇദ്ദേഹം നമസ്കരിച്ചു, നമസ്കാരം നടത്തി, ഇതെല്ലാം ഉപേക്ഷിച്ചു. അപ്പോൾ ഈ സപ്തർഷികൾക്ക് തോന്നി, ഇവൻ കാട്ടാളനാണെങ്കിലും ക്രൂരനാണെങ്കിലും ദുഷ്ടനൊക്കെ ആണെങ്കിലും തൻ്റെ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ്, എന്താ വെച്ചാൽ ഈ പാപങ്ങൾ നീക്കിക്കളയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാണെന്നും ഇവന് ബ്രഹ്മജ്ഞാനം നൽകേണ്ടതാണ് എന്നും അവർക്ക് തോന്നുകയാണ്. കാരണം വിധിമതം കൊണ്ട് വന്നതായിരിക്കാം ഈ കർമ്മം. അതുകൊണ്ട് ഈ കർമ്മത്തിൻ്റെ ദുരിതഫലത്തെ നീക്കി ഇദ്ദേഹത്തിന് ബ്രഹ്മജ്ഞാനം നൽകേണ്ടതുണ്ട് എന്ന് ഈ ത്രൈകാല ജ്ഞാനികളായിട്ടുള്ള ബ്രഹ്മർഷി, ഈ സപ്തർഷികൾക്ക് തോന്നുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ശരി മകനെ, എഴുന്നേൽക്കൂ. അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു. നിന്റെ പാപങ്ങൾ നീങ്ങുന്നതിന് നീ കഠിനമായിട്ടുള്ള ഒരു വാചക മന്ത്രം ജപിക്കേണ്ടതുണ്ട്. അത് ഞങ്ങൾ പറഞ്ഞു തരാം. അത് ജപിച്ചുകൂടി ഇരുന്നോളൂ. ഒരു സമയമാവുമ്പോൾ നിനക്ക് നിന്റെ പാപങ്ങളെല്ലാം നീങ്ങി ഭാവിയിൽ നിനക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടാവും. അങ്ങനെ രാമ എന്ന് പറയുന്നതായിരിക്കുന്ന ആ മന്ത്രത്തെ വർണ്ണവ്യതിയാനം വരുത്തി മര എന്ന് ജപിച്ചുകൊണ്ട് മര എന്ന് ജപിക്കുവാൻ വേണ്ടി ആരുപദേശിച്ചു? ഈ സപ്തർഷികളെ ഉപദേശിച്ചു.
അങ്ങനെ അനേകം വർഷക്കാലം ഇദ്ദേഹം മര മര എന്ന് ജപിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് പുറ്റു വന്ന് ഇദ്ദേഹത്തിൻ്റെ ഉടലാകെ മൂടുകയും, അങ്ങനെ ഉടലാകെ മൂടി പുറ്റു വന്ന് ആ പുറ്റിൽ ഏറെ വർഷങ്ങൾക്ക് ശേഷം ഈ സപ്തർഷികൾ മറ്റൊരു സമയത്ത് ഇതിൽ വരുന്ന സമയത്ത് പുറ്റിനുള്ളിൽ നിന്നും ജപിക്കുന്ന രാമ 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 എന്ന മന്ത്രധ്വനി കേൾക്കാനിടയാവുകയും അങ്ങനെ ആ പുറ്റു നീക്കിക്കൊണ്ട് ഇദ്ദേഹത്തെ പുറത്തെടുക്കുകയും ബ്രഹ്മജ്ഞാനം നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഈ പുറ്റിന് ഒരു പേരുണ്ട്, വാത്മീകം എന്നൊരു പേരുണ്ട് പുറ്റിന്. വാത്മീകത്തിൽ നിന്നും പുറത്തു വന്ന ഈ മഹത് വ്യക്തിക്ക് വാത്മീകി മഹർഷി എന്ന് സപ്തർഷികൾ നാമകരണം ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് വാത്മീകി മഹർഷി ഉദയം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ചിത്രകൂടത്തിൽ ഒരു പർണശാല കെട്ടി ഇനിയുള്ള കാലം ലോക നന്മയ്ക്ക് വേണ്ടി, പ്രപഞ്ച നന്മയ്ക്ക് വേണ്ടി ഇവിടെ വസിക്കണമെന്നും, അതേപോലെ തന്നെ ഈ വരും കാലത്ത് ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും ഇതിലെ വരുമെന്നും അവർക്കാവശ്യമായ സൗകര്യങ്ങൾ വേണമെന്നും മറ്റൊരു വർണ്ണശാല കൂടെ നിർമ്മിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സപ്തർഷികൾ മറഞ്ഞു. അന്നു മുതൽ ഈ രാമനാമം ജപിച്ചുകൊണ്ടും അതേപോലെ ഈ ആത്മീയ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ടും രാമായണം രചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ വാത്മീകി മഹർഷി എന്നുള്ളതാണ് ആ വാത്മീകിയുടെ ചരിത്രം അദ്ദേഹം പറയുന്നത്. നമുക്ക് നേരെ ആ ഒരു അതായത് വാത്മീകി മഹർഷിയുടെ ആശ്രമം പിന്നീട് ദീർഘകാലം അവിടെ വസിക്കുന്നു. ആര് വസിക്കുന്നു? ഈ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും വസിക്കുന്നു, സുഖമായി വസിക്കുന്നു. അപ്പം ഈ ഒരു സമയത്ത് നേരെ നമ്മൾ പോകുന്നത് അയോധ്യയിലേക്കാണ്. അയോധ്യ വളരെ ദുഃഖത്തിലാണ്. എല്ലാവരും എന്താ വെച്ചാൽ ദുഃഖിച്ച് ഒരു കാര്യങ്ങളും ചെയ്യാതെ ഇങ്ങനെ ആകെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷം. പ്രത്യേകിച്ചും കൊട്ടാരത്തിൽ ആരും ജലപാനവും ഇല്ല, ഭക്ഷണവും ഇല്ല, ഒന്നുമില്ല. മഹാരാജാവാണെങ്കിൽ അന്തഃപുരത്തിൽ ശ്രീരാമനെ വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയത്ത് സുമന്ത്രർ അവിടേക്ക് എത്തുകയാണ്. അപ്പം സുമന്ത്രര് അവിടേക്ക് വരുന്നു വെച്ചാൽ ഇവരെ യാത്രയാക്കിയതിന് ശേഷം സുമന്ത്രര് അവിടേക്ക് എത്തുകയാണ്. അപ്പോൾ സുമന്ത്രര് വരുന്നു. അപ്പോൾ ഈ നേരെ പോകുന്നത് അന്തഃപുരത്തിലേക്കാണ്. അന്തഃപുരത്തിൽ പോയി അവിടെ മഹാരാജാവിനെ മുഖം കാണിച്ചു. മഹാരാജാവിനെ മുഖം കാണിച്ച സമയത്ത് അവിടെ മഹാരാജാവ് ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് ശ്രീരാമൻ്റെയും അതേപോലെ തന്നെ ലക്ഷ്മണൻ്റെയൊക്കെ വിവരങ്ങൾ, സീതാദേവിൻ്റെയൊക്കെ വിവരങ്ങൾ എന്തൊക്കെയാണ്? സുമന്ത്രര് കാര്യം പറയുന്നു. എന്നുവെച്ചാൽ ഗംഗാ നദി തടം വരെ ഞാൻ പോയിട്ടുള്ളൂ. ഗുഹൻ എന്ന് പറയുന്ന ഒരു കടത്തുകാരൻ, അവിടെ വഞ്ചിക്കാരനുണ്ടായിരുന്നു. അവർ പിന്നെ ഭക്തിയാദരപൂർവം ഇവരെ സ്വീകരിച്ചു. ഗുഹൻ എന്ന് പറയുന്ന ആ വഞ്ചിക്കാരനെ ശ്രീരാമചന്ദ്രൻ പുണർന്നു. അവരെ തോണിയിൽ കയറ്റിക്കൊണ്ടുപോയി അക്കരെ മറയുന്നത് വരെ ഞാൻ നോക്കി നിന്നു. ഇതാണ് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ ശ്രീരാമചന്ദ്രനെ വിളിച്ചുകൊണ്ട് വീണ്ടും ഒരുപാട് ദുഃഖിച്ചുകൊണ്ട് കരയാണ്. ഇങ്ങനെ കരയുന്ന സമയത്ത് കൗസല്യ എന്ന മാതാവിന് ഭയങ്കര സങ്കടം ഉണ്ടാവുമല്ലോ, അമ്മയല്ലേ. അപ്പോൾ സങ്കടപ്പെട്ടുകൊണ്ട് ഈ മഹാരാജാവിനോട് പറയുകയാണ്, സ്ത്രീജിതനായിട്ടുള്ള അങ്ങ് കൈകേയിലെ അത്രയും ഇഷ്ടപ്പെട്ട് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങ് ആവാമായിരുന്നു, കുഴപ്പമില്ല. പക്ഷേ അങ്ങ് ഭരതന് രാജ്യം കൊടുത്താൽ പോരായിരുന്നു. എന്തിനാണ് എൻ്റെ മകനെ ഈ വനവാസത്തിന് അയച്ചത് എന്ന് ചോദിക്കുകയാണ്. ദുഃഖത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. അത് അമ്മമാരെ ചോദിക്കൂലേ? അച്ഛൻ ചെയ്തു കഴിഞ്ഞാൽ, അച്ഛൻ ഇമാതിരി പ്രവൃത്തിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അമ്മമാർ ചോദിക്കൂലേ? അപ്പോൾ മഹാരാജാവ് പറയാണ്, ഭവതി പുണ്ണിൽ തീക്കൊള്ളി കൊണ്ട് കൊത്തുന്നത് പോലെ എൻ്റെ ദുഃഖത്തെ വീണ്ടും ആളിക്കത്തിക്കരുതേ എന്ന്. അപ്പോൾ ദശരഥ മഹാരാജാവ് പറഞ്ഞു, ഇത് ആരുടെയും കുറ്റമല്ല, കൈകേയിയുടെ കുറ്റമോ എൻ്റെ കുറ്റമൊന്നുമല്ല. ഇത് ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ്. ഇതൊരു വലിയ മഹാശാപത്തിൻ്റെ ഫലമാണ്.
അങ്ങനെ ആ ശാപം എന്താണെന്ന് ദശരഥ മഹാരാജാവ് പറയാണ്. ദശരഥ മഹാരാജാവ് ഒരു ദിവസം രാത്രിയിൽ ഘോരമായ വനത്തിനുള്ളിൽ മൃഗീയ വിവശനായിട്ട്, അതായത് വേട്ടയ്ക്കായിട്ട്, ഈ കാട്ടുമൃഗങ്ങളെ വേട്ടയാടേണ്ടത് ക്ഷത്രിയ രാജാക്കന്മാരുടെ ധർമ്മമാണ്. പുലി, കടുവ, അതേപോലെ തന്നെ സിംഹം, കാട്ടാന, ഇത്തരം കാട്ടുമൃഗങ്ങളെ, ക്രൂരമായിരിക്കുന്ന മൃഗങ്ങളെ വേട്ടയാടുക എന്നത് രാജധർമ്മമാണ്. അപ്പോൾ ആ ഒരു രാജധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് അർദ്ധരാത്രിയിൽ ഇദ്ദേഹം കാട്ടിലേക്ക് പോവുകയാണ്. കാട്ടിൽ മൃഗയാവിവശനായിട്ട് പോകുന്ന സമയത്ത് മൃഗങ്ങളെയൊന്നും കാണുന്നില്ല. അപ്പോൾ കുറേ അകലെ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം ആന വെള്ളം കുടിക്കുകയാണ് എന്ന് ഇദ്ദേഹം ധരിക്കുന്നു. തുമ്പിക്കൈയിൽ അമ്പോട് ജലം പുക്ക ശബ്ദം കേട്ടുന്ന, എന്നാൽ ആന തുമ്പിക്കൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന ശബ്ദമാണ് എന്ന് ഇദ്ദേഹം ധരിക്കുന്നു. മഹാരാജാവാണ് ശബ്ദം കേട്ട ദിക്കിലേക്ക് അസ്ത്രം അയച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നാലും കൊള്ളും, അത്ര അസ്ത്രപ്രാവീണ്യമുള്ള ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദശരഥ മഹാരാജാവ് ആ ശബ്ദം കേൾക്കുന്ന ദിക്കിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് താൻ അസ്ത്രവിദ്യ ചെയ്തു. അസ്ത്രവിദ്യ ചെയ്തു പെട്ടെന്ന് കേൾക്കുന്നത് ഒരു മനുഷ്യ ശബ്ദമാണ്. ഹാ ഹാ എന്ന് പറയുന്ന ദീനരോദനം. വളരെ പ്രയാസപ്പെട്ട് ആകെ വിഷണ്ണനായി രാജാവ്. ഉടനെ ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് ഓടിച്ചെന്നു. നോക്കുമ്പോൾ ആനയൊന്നുമല്ല, ഒരു മുനികുമാരനാണ്. ഈ മുനികുമാരൻ ഒരു കുടം കൊണ്ടുവന്നിട്ട് അതിൽ വെള്ളം നിറയ്ക്കുക. പാതി വെള്ളമായിട്ടുണ്ട്. ആ വെള്ളം നിറക്കുന്ന ശബ്ദമാണ് അദ്ദേഹം തെറ്റിദ്ധരിച്ചത്. അപ്പോൾ ഇതാകെ കണ്ടു, മഹാപാപായില്ലേ, വലിയ ദോഷമായിപ്പോയില്ലേ. അദ്ദേഹം മുനികുമാരനെ ചേർത്ത് വാരി പുണർന്ന് എടുത്തിട്ട് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. അപ്പോൾ വേഗം മുനികുമാരൻ പറഞ്ഞു, എന്നെ ശുശ്രൂഷിക്കൊന്നും വേണ്ട, വേഗം എന്നെ ഉപേക്ഷിച്ച് പോകൂ. വൃദ്ധരും അന്ധരുമായിട്ടുള്ള വൃദ്ധരും അന്ധരുമായിട്ടുള്ള ഈ മാതാപിതാക്കന്മാരാണ് എനിക്കുള്ളത്. അവർക്ക് ദാഹജലത്തിന് വേണ്ടി വന്നതാണ് ഞാനിവിടെ. അപ്പോൾ ഇന്ന സ്ഥലത്താണ് ആ വീട് ഇവർ താമസിക്കുന്നത്, വാസസ്ഥലം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഈ ശരമൂരി എന്നെ മരണശയ്യയിലേക്ക് കിടത്തി എത്രയും പെട്ടെന്ന് ഈ വെള്ളവുമായി പോയി ഈ അന്ധരും വൃദ്ധരുമായിട്ടുള്ള എൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കൂ. പക്ഷെ ആ വെള്ളം കൊടുക്കുന്നത് വരെ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും പറയാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രഹ്മഹത്യാ പാപമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, എനിക്ക് ബ്രഹ്മഹത്യാ പാപം ഉണ്ടാവുമോ മുനികുമാരൻ? അല്ല, ബ്രഹ്മഹത്യാ പാപം ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു കാരണവശാലും എന്ത് പറയാൻ പാടില്ല, ഈ വെള്ളം ഇവർക്ക് ജലപാനം കൊടുക്കുന്നത് വരെ ഒരു കാരണവശാലും നടന്ന സംഭവം പറയരുത്. അങ്ങനെ മഹാരാജാവ് ഇദ്ദേഹത്തെ മരണത്തിന് വിട്ടുകൊടുത്തു. അങ്ങനെ അവിടെ നിന്നും പോവാണ്. വെള്ളവുമായിട്ട് ഈ വൃദ്ധ തപോധനന്മാർ ഉള്ളതായിരിക്കുന്ന വാസസ്ഥലത്തേക്ക് പോയി. അവിടെ എത്തി കാൽപെരുമാറ്റം കേട്ട സമയത്ത് ഇവര് ചോദിക്കുകയാണ്, എന്താ മകനെ നീ ഇത്രയും വൈകിയത് കുമാര? വല്ലാതെ ദാഹിക്കുന്നല്ലോ, നീ എന്താക്കുകയായിരുന്നു എന്ന് സ്വാഭാവികമായും ചോദിക്കല്ലോ, കുറച്ച് സമയം വൈകിയില്ലേ. രാജാവ് മഹാപാപഭാരം, ഈ വെള്ളത്തിൻ്റെ ഭാരമൊന്നും അദ്ദേഹത്തിന് ഭാരമല്ല, മഹാപാപഭാരം ആയിട്ടാണ് പോകുന്നത്. അദ്ദേഹം ഇത് കേട്ട ഉടനെ പറഞ്ഞു, ഈ വൃദ്ധരായ മാതാപിതാക്കളോട് പറഞ്ഞു, കണ്ണും കാണൂലല്ലോ അവർക്ക്. അപ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കുമാരനല്ല, മുനികുമാരനല്ല, അയോധ്യാധിപതിയായിട്ടുള്ള മഹാരാജാവ് ദശരഥനാണ് ഞാനിങ്ങനൊരു ശബ്ദം കേട്ടപ്പോൾ ഈ ആന ഈ വെള്ളം കുടിക്കുകയാണെന്ന് വിചാരിച്ച് അസ്ത്രം എയ്തു. നിങ്ങളുടെ മകൻ മരിച്ചു പോയിരിക്കുന്നു. ആ മകൻ പറഞ്ഞത് അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വെള്ളം നിങ്ങൾക്ക് കൊണ്ടുവന്നു തരുന്നത്. എന്നെ ശപിക്കരുത്, എന്നോട് പിന്നെ ഒന്നും തോന്നരുത്, അല്ലെങ്കിൽ എന്നെ ശപിക്കരുത്. എനിക്ക് മാപ്പ് നൽകണം, ഈ വെള്ളം കുടിക്കണം. ഇത് കേട്ടപ്പോൾ അവരുടെ ദുഃഖം സഹിക്കാനാവോ? അവർ വേഗം പറഞ്ഞു,
ഞങ്ങൾക്ക് ഈ വെള്ളമൊന്നുമല്ല വേണ്ടത്, ഞങ്ങൾ എത്രയും പെട്ടെന്ന് മുനികുമാരൻ്റെ ദേഹം എവിടെയാണോ ഉള്ളത് അവിടെ എത്തിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഇദ്ദേഹം ഈ ദമ്പതികളെ, ഈ വൃദ്ധ തപോധനന്മാരെ കുതിരപ്പുറത്ത് വെച്ച് വേഗം മുനികുമാരൻ്റെ സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് ഒരു വലിയ ചിതയൊരുക്കൂ എന്ന് പറഞ്ഞു. അപ്പം ചെറുതുപോലെ വലിയ ചിതയൊരുക്കാൻ പറഞ്ഞു. അങ്ങനെ ദശരഥ മഹാരാജ് വലിയൊരു ചിതയൊരുക്കി. ആ ചിതയിൽ തനയ ശരീരം, ഈ പുത്രൻ്റെ ശരീരം അതിൽ വെച്ചു, അഗ്നിക്ക് സമർപ്പിച്ചു. ആ തീ ആളിക്കത്തുന്ന സമയത്ത് ഈ വൃദ്ധ തപോധനന്മാർ ഇരുവരും ഒരുമിച്ച് ആ അഗ്നിയിലേക്ക് എടുത്തു ചാടി ആത്മാഹൂതി ചെയ്തു. അങ്ങനെ ചാടുന്ന സമയത്ത് ഇവർ പറഞ്ഞു, നീ പുത്രദുഃഖത്താൽ മരിക്കാനിട വരട്ടെ എന്ന് പറഞ്ഞു. ആ ശാപമാണ് ഇപ്പോൾ സംഭവ്യമായത്. അതുകൊണ്ടാണ് ശാപം വല്ലാത്ത ഫലം ചെയ്യും എന്ന് ജ്യോത്സ്യന്മാർ പ്രവചിക്കുന്നത്. അപ്പോൾ ശാപത്തിന് പരിഹാരം ചെയ്യാത്ത പക്ഷം ശാപദോഷം മനുഷ്യനെ ഒന്നുമല്ലാതാക്കി കളയും. ആ ശാപം ഫലിക്കുകയും ആ ശാപഫലമാണ് ഈ രാജ്യത്ത് ഇന്ന് അനുഭവിക്കുന്നത്. അത് മറ്റാരുടെയും കുറ്റമല്ല, അതെൻ്റെ കർമ്മദോഷമാണ്, ഞാൻ ചെയ്തതായിരിക്കുന്ന പ്രവൃത്തിയുടെ ദോഷമാണ് എന്ന് പറയുന്നു. ഇത് പറഞ്ഞുകൊണ്ട് മഹാരാജാവ് വളരെ ദുഃഖത്തോടു കൂടിയിട്ട് വീണ്ടും വീണ്ടും കരയുകയാണ്. അങ്ങനെ സീത, രാമ, ലക്ഷ്മണ, കുമാര എന്ന് വിളിച്ചുകൊണ്ട് കരഞ്ഞ് പുത്രശോകത്താൽ മഹാരാജാവ് മരണപ്പെടുന്നു. ഇത് കേട്ട് നാരീജനങ്ങളെല്ലാം വിലപിക്കുന്നു. കൊട്ടാരം വളരെ പ്രയാസത്തിലായി. ഈ അയോധ്യ ആകെ ദുഃഖത്തിലാണ്. ഉടനെ തന്നെ ഈ ഭരതനെയും അതേപോലെ തന്നെ ശത്രുഘ്നെയും വിളിക്കാൻ ആവശ്യപ്പെടുന്നു. വസിഷ്ഠ മഹർഷി ഇവരെ രണ്ടുപേരെയും വിളിക്കുന്നു. കേകയ രാജ്യത്താണല്ലോ, അമ്മേൻ്റെ നാട്ടിലാണുള്ളത്, അപ്പോൾ അവിടെയാണ് ഉള്ളത്. അപ്പോൾ ആ കേകയ രാജ്യത്തു നിന്നും ഭരതനും ശത്രുഘ്നും വളരെ പെട്ടെന്ന് ഇങ്ങനെ എന്താ എത്താൻ പറഞ്ഞു എന്നുള്ള ആ അതിൽ വളരെ പെട്ടെന്ന് തന്നെ വരികയാണ്. കൊട്ടാരത്തിലെത്തുന്നു. ആദ്യം തന്നെ അമ്മയെ പോയി കാണുന്നു. അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അമ്മേനെ പോയിട്ട് അനുഗ്രഹം വാങ്ങിയിട്ട് അച്ഛനെ കാണാൻ പാടുള്ളൂ എന്നുള്ള. അപ്പോൾ അങ്ങനെ അമ്മയെ പോയി കാണുന്നു. അമ്മയോട് ചോദിക്കുന്നു, എന്തായി ഇവിടെ കൊട്ടാരത്തിലൊക്കെ വലിയൊരു ശോകമൂകത, എന്താ സംഭവിച്ചത്, എന്തോ ഒരു ആപത്ത് നടന്നിട്ടുണ്ടല്ലോ, അച്ഛൻ എവിടെ എന്ന് ചോദിക്കുന്നു. അമ്മ പറയുന്നു, അച്ഛൻ വലിയ മഹാന്മാരായിട്ടുള്ള രാജാക്കന്മാർ ചെയ്യുന്നതായിരിക്കുന്ന കർമ്മങ്ങളെല്ലാം ചെയ്തു ഈ സ്വർഗലോകം ഭൂകിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഭരതൻ ആകെ പ്രയാസപ്പെടുന്നു. വളരെ ദുഃഖത്തോടു കൂടി അദ്ദേഹം ഭൂമിയിൽ എന്താവുന്നു, മോഹാലസ്യപ്പെട്ട് വീഴുന്നു. ഇത്രയും ഭാഗമാണ് നമ്മൾ 7ാമത്തെ ദിവസം പാരായണം ചെയ്തത്. സനാതനധർമ്മത്തിൻ്റെ വലിയ സന്ദേശമാണ് ഈ ഭാഗത്ത് പല ഭാഗങ്ങളിലായിട്ടും, പ്രത്യേകിച്ച് ഈ സപ്തർഷികൾ ഈ രാക്ഷസനായിരുന്ന ഈ രത്നാകരനെ വാത്മീകി മഹർഷിയാക്കുക എന്ന് പറയുന്ന ആ ഒരു ധർമ്മം ഭാരതീയ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയൊരു സന്ദേശമാണ്. എത്ര തെറ്റും കുറ്റം ചെയ്തു കഴിഞ്ഞാലും ആ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് എന്താ നിങ്ങളല്ലാതെ എനിക്ക് മറ്റാരുമില്ല എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവരെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന ധർമ്മത്തിൻ്റെ വലിയൊരു സന്ദേശമാണ് ഈ ഭാവത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ എത്ര ഉന്നതനായിരുന്നാലും ഈ ശാപം ഏറ്റുകഴിഞ്ഞാൽ നിഷ്ഫലമാകും, ജീവിതം തന്നെ നശിച്ചു പോകും എന്ന് പറയുന്ന വലിയൊരു സന്ദേശമാണ് നമുക്കിതിലൂടെ വരുന്നത്. അതുകൊണ്ട് ധർമ്മവും പാലിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണ കഥ ഇവിടെ പര്യവസാനിക്കുന്നു. കർക്കടക മാസ പുലരികളെ ഭക്തിസാന്ദ്രമാക്കുവാൻ രാമായണശീലുകളുമായി നമ്മുടെ സ്വന്തം മലബാർ ചാനലിൽ അയിമ അവതരിപ്പിക്കുന്ന രാമായണ പാരായണം വാത്മീകം. രാമായണ മാസത്തിൽ ദിവസവും രാവിലെ 6 മണിക്കും പുനഃസംപ്രേഷണം വൈകിട്ട് 6 മണിക്കും. രാമായണ പാരായണം
ജ്യോത്സ്യൻ സേതുമാധവൻ പണിക്കർ എളാട്ടേരി. വാത്മീകം രാമായണ പാരായണം മറക്കാതെ കാണുക.